ആ കൗരവ സംഘം ചാർജ് എടുത്ത ശേഷം ലോക ഫുട്ബോളിലെ മുഴുവൻ ഫോഴ്സും അർജന്റീനയ്ക്ക് മുന്നിൽ ഒന്നുമല്ലായിരുന്നു. പലരും ചാരമെന്ന് പരിഹസിച്ച അർജന്റീനയാണ് 8 വർഷം മുൻപ് സ്കലോണിയും 3 അനുചരന്മാരും ചേർന്ന് ഏറ്റെടുക്കുന്നത്. ട്രാഫിക് നിയന്ത്രിക്കാൻ പോലും കഴിവില്ലാത്തവനെന്ന് സാക്ഷാൽ മറഡോണ വിളിച്ച ലയണൽ സ്കലോണി എന്ന പരിശീലകന്റെ ഷെൽഫ് ഇന്ന് പരിശോധിച്ചാൽ കാണാം. 2 കോപ്പ അമേരിക്ക, ഒരു ഫൈനലിസിമ, പിന്നെ 36 വർഷങ്ങൾക്ക് ശേഷം നേടിയ ലോകകപ്പ് എന്ന അത്ഭുത വിളക്കും. ഓർക്കാൻ ഗതകാല സ്മരണകൾ മാത്രമുള്ള ചിന്നിച്ചിതറിക്കിടന്നൊരു സാമ്രാജ്യത്തെയാണ് സ്കലോണി ലോകത്തിന്റെ നെറുകയിലേക്ക് വീണ്ടും എത്തിച്ചത്. ഇന്ന് അർജന്റീന ലോക ഫുട്ബോളിനെ അടക്കി ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ കഥയിലെ നായകൻ അയാളാണ്. അർജന്റീൻ ഫുട്ബോളിനെ മാറ്റിമറിച്ച 48-കാരൻ ലയണൽ സെബാസ്റ്റ്യൻ സ്കലോണി. സ്വാഗതം കമന്ററി ബോക്സിലേക്ക്. 2006 ജർമ്മനിയോട് തോറ്റ് ലോകകപ്പിൽ നിന്ന് അർജന്റീന പുറത്താകുമ്പോൾ ടീമിന്റെ സൈഡ് ബെഞ്ചിൽ അയാളുമുണ്ടായിരുന്നു. മെസ്സിക്കൊപ്പം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മുഖം പൊത്തിയിരുന്ന അന്നത്തെ സ്കലോണിയെ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും. 2022 വീണ്ടും സ്കലോണി കരയുന്നത് ലോകം കണ്ടു. ഫൈനലിലെ ഷൂട്ടൌട്ടിൽ മോണ്ടിയലിന്റെ കിക്ക് ഫ്രഞ്ച് വല തുളച്ച് അർജന്റീന ലോക ചാമ്പ്യന്മാരായ നിമിഷത്തിലായിരുന്നു അത്. കഴിഞ്ഞ ലോകകപ്പിലെ ഏറ്റവും വൈകാരികമായ കാഴ്ചകളിലൊന്നുകൂടിയായിരുന്നു അത്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പിക്കരയുകയായിരുന്നു ലോക ചാമ്പ്യന്മാരുടെ പരിശീലകനെന്ന്. 2006 19-കാരൻ മെസ്സി തന്റെ ആദ്യ ലോകകപ്പ് ഗോൾ സ്കോർ ചെയ്യുമ്പോൾ അർജന്റീനയുടെ സൈഡ് ബെഞ്ചിൽ ഇരുന്നവരാണ് ലയണൽ സ്കലോണിയും പാബ്ലോ ഐമറും. അന്ന് മെസ്സിക്കൊപ്പം പ്ലേയിങ് 11-ലുണ്ടായിരുന്ന താരമാണ് റോബർട്ടോ അയാള. 2010 ലോകകപ്പിൽ മെസ്സിക്കൊപ്പം കളിച്ച താരമാണ് വാൾട്ടർ സാമുവൽ. ഇവർ 4 പേരുമാണ് അർജന്റീൻ ഫുട്ബോളിനെ മാറ്റിമറിച്ച ആ പരിശീലക സംഘം. 2018 ലോകകപ്പിലെ അർജന്റീനയുടെ ദയനീയ തോൽവിക്ക് ശേഷമാണ് ജോർജ് സാമ്പോളിയുടെ കയ്യിൽ നിന്ന് ലയണൽ സ്കലോണി എന്ന 40-കാരൻ അർജന്റീനയുടെ മുഖ്യ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത്. അന്ന് അർജന്റീനയിൽ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം ചോദ്യങ്ങളായിരുന്നു. ആരാണ് ഈ സ്കലോണി? എന്താണ് അയാളുടെ പരിചയസമ്പത്ത്? സ്കലോണിയെ കൊണ്ട് ട്രാഫിക് നിയന്ത്രിക്കാൻ പോലും കഴിയില്ല, പിന്നെയാണോ അർജന്റീനയെ പോലൊരു ടീമിനെ എന്നായിരുന്നു മറഡോണയുടെ പോലും കമന്റ്. പക്ഷേ പരിശീലകന്റെ താക്കോൽ അർജന്റീന സ്കലോണിയുടെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചു. അവിടെ നിന്നാണ് അർജന്റീൻ ഫുട്ബോളിന്റെ പുതിയ കഥ ആരംഭിക്കുന്നത്. പ്രതാപകാലത്തിന്റെ ലെഗസിയിൽ പന്തു തട്ടുന്ന അർജന്റീനയും മെസ്സി എന്ന ഭ്രമണപഥത്തിന് ചുറ്റും മാത്രം വലം വയ്ക്കുന്ന 10 കളിക്കാരും എന്നതായിരുന്നു അർജന്റീനയുടെ സമവാക്യം. ആ നിർമ്മിതികളെ തന്നെയാണ് സ്കലോണിയും സംഘവും ആദ്യം പൊളിച്ചെഴുതിയത്. മെസ്സിക്ക് വേണ്ടി മാത്രം കളിക്കുന്ന ടീമിനെ മെസ്സിക്കൊപ്പം കളിക്കുന്ന ടീമാക്കി മാറ്റി. മെസ്സി പന്ത് നഷ്ടപ്പെടുത്തിയാൽ അത് വീണ്ടെടുക്കാൻ ഓടുന്നവരുണ്ടായി. മെസ്സി പിന്നിലേക്കിറങ്ങിയാൽ മുന്നിലോട്ട് കുതിക്കാനും ആളുകളുണ്ടായി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ വശ്യചാരുതയും പന്തുകൊണ്ടുള്ള കവിതയും ഒന്നുമായിരുന്നില്ല സ്കലോണിയുടെയും സംഘത്തിന്റെയും രീതി. എതിരാളികളെ പഠിക്കുക, അവരുടെ ശക്തി കണ്ടെത്തുക, അവരുടെ ദൗർബല്യം തിരിച്ചറിയുക, ഓരോ മത്സരത്തിനും വ്യത്യസ്തമായ പദ്ധതി തയ്യാറാക്കുക. അങ്ങനെയായിരുന്നു സ്കലോണിയുടെ ഹോംവർക്ക്. അതിൽ നിന്നാണ് ജയിക്കാനായി മാത്രം കളിക്കുന്ന 11 പേർ മൈതാനങ്ങളിൽ രൂപപ്പെട്ടത്. അതിനായി ടീമിന്റെ സ്ഥിരം രീതികളെയും താരങ്ങളെയും എല്ലാം വെട്ടിയും തിരുത്തിയും സ്കലോണി പൊളിച്ചു വാർത്തു. 2018 ലോകകപ്പ് കളിച്ചവരിൽ വിരലിലെണ്ണാവുന്നവരെ മാത്രം നിലനിർത്തി യൂറോപ്പിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും അയാൾ സഞ്ചരിച്ചു. ഒരു പുതിയ താരനിരയെ തന്നെ കണ്ടെത്തി. ഒരൊറ്റ ഫോർമേഷനിലോ ശൈലിയിലോ അർജന്റീനയെ പൂട്ടിയിടാൻ സ്കലോണി തയ്യാറായില്ല. ചില മത്സരങ്ങളിൽ 4-4-2, ചിലപ്പോൾ 4-3-3, ആവശ്യാനുസരണം 4-2-3-1, അങ്ങനെ മത്സരങ്ങളിൽ തന്നെ രൂപം മാറുന്നൊരു ടീം. മിഡ് ബ്ലോക്കിൽ പ്രതിരോധമുറപ്പിച്ച് എതിരാളികളെ മുന്നോട്ട് വരാൻ പ്രലോഭിപ്പിക്കും. അവർ അർജന്റീനയുടെ ഹാഫിലേക്ക് കൂടുതൽ താരങ്ങളുമായി കടന്നു വരുന്ന നിമിഷം പന്ത് പിടിച്ചെടുത്ത് അതിവേഗ കൗണ്ടർ അറ്റാക്ക്. മറുവശത്ത് ആവശ്യമായ ഘട്ടങ്ങളിൽ ഹൈ പ്രസിംഗ് ഗെയിം. എതിരാളികളുടെ ബിൽഡപ്പിനെ അവരുടെ ബോക്സിന് സമീപത്ത് തന്നെ തടയുക. പൊസിഷൻ നിലനിർത്തേണ്ട ഘട്ടങ്ങളിൽ ക്ഷമയോടെ പാസ് ചെയ്ത് കളിയുടെ വേഗം നിയന്ത്രിക്കുക. പ്രതിരോധിക്കേണ്ട സമയത്ത് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക. ആക്രമിക്കേണ്ട ഘട്ടങ്ങളിൽ ഒരു കൂട്ടമായി മുന്നേറുക. ഒരു ശൈലിയുടെയും തടവുകാരല്ലാത്ത സാഹചര്യത്തിനനുസരിച്ച് രൂപം മാറുന്ന ടീമിനെയാണ് സ്കലോണി സൃഷ്ടിച്ചത്. റിസൾട്ട് ഷീറ്റിൽ തുടർച്ചയായ 36 മത്സരങ്ങളിൽ തോൽവിയറിയാതെയാണ് അർജന്റീന 22-ലെ ലോകകപ്പിനെത്തിയത്. അന്ന് ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ സൗദിയോട് തോറ്റതൊഴിച്ചാൽ പിന്നീട് അജയ്യരായി ഫൈനലിലേക്ക്. അവിടെ നിന്ന് 36 കൊല്ലത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച കിരീടത്തിലേക്ക്. ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമല്ല. തുടർച്ചയായ 12 മത്സരങ്ങൾ തോൽവിയറിയാതെയാണ് സ്കലോണിയുടെ സംഘം ലോകകപ്പ് സെമിയിലെത്തി നിൽക്കുന്നത്. മറ്റൊരു ചരിത്ര രാത്രിക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. സ്കലോണി വിൽ ബി ഫേറ്റഡ്, മെസ്സി വിൽ ബി സെയിന്റഡ്. ഖത്തറിൽ കേട്ട ആ വിശ്വവിഖ്യാതമായ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുമോ? കാത്തിരിക്കാം.